അതിന് പുറമെ ആസിഫിനെ കണ്ണൂരിന്റെ ടീമിലേക്കും കേരള ഫുട്ബോളിലേക്കും എത്തിക്കുന്ന യഥാർത്ഥ ഫുട്ബോൾ പാഷൻ. ആർ യു എ ഫുട്ബോൾ പ്ലെയർ? ഇപ്പൊ മരിയൻ കോളേജിൽ പഠിച്ച സമയത്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? ഫുട്ബോൾ കാണാറുണ്ടോ? വാട്ട് ബ്രിങ്സ് യു ടു SLK man? കണ്ണൂരിന്റെ കളിക്കാർക്ക് കിട്ടുന്നതിനൊക്കെ വലിയ കയ്യടിയാണല്ലോ സാലിക്ക്. കണ്ണൂർ വാരിയേഴ്സ് FC ചെയർമാനെ വാസ്തവത്തിൽ ഇന്നലെയാണ് ഞാൻ ആദ്യമായി നേരിട്ട് അടുത്ത് പരിചയപ്പെടുന്നത്. ഇന്നലെ ഒരു 15 മിനിറ്റ് അദ്ദേഹത്തോട് ഇരുന്നപ്പോൾ മനസ്സിലായി വാട്ട് കൈൻഡ് ഓഫ് ദ പാഷൻ ഹി പൊസസസ്. അദ്ദേഹം ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഇൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇന്ത്യ അസംഖ്യം സ്ഥാപനങ്ങളുടെ തലവനാണ്. നൗ കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഫുട്ബോൾ എന്റർപ്രണർ കൂടിയാണ്. വെൽക്കമിങ് the respectful chairman of Kannur Warriors, Dr. MP Hassan Kunyi. So the time has arrived. കണ്ണൂർ വാരിയേഴ്സിന്റെ എല്ലാ ഡയറക്ടർമാരെയും നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ പോവുകയാണ്. സോ ആസിഫിന് വേണ്ടി നമ്മൾ കണ്ണൂർ വാരിയേഴ്സ് കളിക്കുന്ന ദിവസം കണ്ണൂർ സ്റ്റേഡിയത്തിൽ ജില്ലം ജില്ലാല ആയിരിക്കണം. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ജില്ലം ജില്ലാല കണ്ണൂർ സ്റ്റേഡിയത്തിൽ. So now after Asif I would like to welcome another director on the stage. ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എറണാകുളത്തുകാരനാണ്. and he is now with Kannur. എനിക്ക് വളരെ സന്തോഷം. from Ernakulam he came along to Kannur. Welcoming Sri Mibu Jos Nettigadan, another director. And after him I would like to welcome another director from Ernakulam again, Dr. Ajit Joy. nuclear medicine physician ആണ്, entrepreneur ആണ്, producer ആണ്, DDMNRC and molecular group ന്റെ leader ആണ് Dr. Ajit Joy. And now I welcoming അടുത്ത ഡയറക്ടർ കണ്ണൂരുകാരനാണ്. കണ്ണൂരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന IIM ന്റെ MD ആണ്, ഡയറക്ടർ ഓഫ് ഫിൻഗേറ്റ് കൺസൾട്ടൻസി ദുബായ്. വെൽക്കമിങ് ശ്രീ CA Mohammed Salih. The Salih is on stage. And now again I once again welcome Sri KM Varghese onto the stage, please. Another director, Sri KM Varghese. So after Mr. KM Varghese I welcome founder and chairman of ABC Group, 9 രാജ്യങ്ങളിലായി 97 കമ്പനികളുടെ തലവൻ ശ്രീ മുഹമ്മദ് മദനി onto the stage, please. And now I again one of the director again I welcoming See EP Abdurrahman onto the stage. EP Abdurrahman, ഖത്തറിലെ Care&QR Group in the founder and chairman, and he is also not available. Okay, now we are having all the directors. Varghese ഉണ്ട്, Mibu Jos Nettigadan ഉണ്ട്, Salih ഉണ്ട്, Asif ഉണ്ട്, and of course Dr. Hassan Kunyi ഉണ്ട്. So all the directors are with us. And now there will be a small one-on-one between me and both of you. നിങ്ങൾ എല്ലാവരുമായിട്ട് ഒരേ ഒരു ചോദ്യം. First to Asif. ആസിഫ് അലി മലയാള സിനിമയിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫുട്ബോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ in 2011 ജോഷി സാറിന്റെ പടം 7 and your character name was Suraj. അതിന് പുറമെ ആസിഫിനെ കണ്ണൂരിന്റെ ടീമിലേക്കും കേരള ഫുട്ബോളിലേക്കും എത്തിക്കുന്ന യഥാർത്ഥ ഫുട്ബോൾ പാഷൻ. ആർ യു എ ഫുട്ബോൾ പ്ലെയർ? ഇപ്പൊ മരിയൻ കോളേജിൽ പഠിച്ച സമയത്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? ഫുട്ബോൾ കാണാറുണ്ടോ? വാട്ട് ബ്രിങ്സ് യു ടു SLK man? ഞാൻ ഒരിക്കലും ഒരു ഫുട്ബോൾ ഫാൻ അല്ലായിരുന്നു. ഞാനൊരു ക്രിക്കറ്ററാണ്. ക്രിക്കറ്റാണ് ഞാൻ കളിച്ച് വളർന്നതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ഒരു പ്ലെയർ ആവണം എന്ന് ആഗ്രഹിച്ചതും ക്രിക്കറ്റ് ആയിരുന്നു. തൊടുപുഴക്കാരനായ ഞാൻ തൃശ്ശൂർ വിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഫുട്ബോൾ ഫീവർ എന്താണെന്ന് ഞാൻ കണ്ടത്. ഫുട്ബോൾ കൾച്ചർ എന്താണ്, ഫുട്ബോളിനോടുള്ള പാഷൻ എന്താണെന്ന് കണ്ടത്. കണ്ണൂർ എത്തിയപ്പോഴാണ് ഇതൊരു ഭ്രാന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് തന്നെ ഫുട്ബോൾ പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു ട്രൂ ഫുട്ബോൾ ഫാനായി മാറണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം. കണ്ണൂരിൽ ഫുട്ബോളിന്റെ പാഷൻ അറിയാൻ വേണ്ടി ആസിഫ് came to കണ്ണൂർ. വലിയ കൈയടി കൊടുക്കൂ നിങ്ങളുടെ നാടിന്റെ സ്വന്തം ആസിഫ് അലി. And now I would like to Mibu. So എറണാകുളത്ത് നിന്ന് 100-300 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കണ്ണൂർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ what kind of interest you having? യെസ്, ഞാൻ കൊച്ചിക്കാരനാണ്. പക്ഷേ ഫുട്ബോൾ രംഗത്ത് ഇതിഹാസം സൃഷ്ടിച്ച ഒരു നാടാണ് കണ്ണൂർ. ഒട്ടനവധി പ്ലെയേഴ്സ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പ്രഗത്ഭരം കൊള്ള ഒരു നാടാണ് കണ്ണൂർ. ഒട്ടനവധി പ്ലെയേഴ്സിനെ സമ്മാനിച്ചിട്ടുണ്ട് കണ്ണൂർ നാഷണൽ ടീമിലും
സ്റ്റേറ്റ് ലെവലിലും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണൂരിലേക്ക് വന്നത്. മാത്രമല്ല എൻ്റെ ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഈ കണ്ണൂരുണ്ട്. സോ വരിക, ജയിക, വാഴുക. Absolutely. വരിക, ജയിക, വാഴുക. നമ്മുടെ ടീമിന്റെ ആന്തം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. വരിക, ജയിക, വാഴുക. അതാവണം കണ്ണൂർ. So now I would like to ask Sali. കണ്ണൂരിന്റെ കളിക്കാർക്ക് കിട്ടുന്നതിനൊക്കെ വലിയ കയ്യടിയാണല്ലോ സാലിക്ക്. Right. എൻ്റെ കുട്ടികളാണ്. So basically you are a chartered accountant. Yes. So ഒരു പ്രൊഫഷണൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് ഐ ആം അതിന്റെ ഫൗണ്ടറാണ്, ചെയർമാനാണ്. സോ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ്, അക്കൗണ്ടബിലിറ്റി ഇസ് എ മസ്റ്റ് തിങ്. എങ്ങനെയാണ് നിങ്ങൾ ഇത് രണ്ടുമായി ഇത് റിലേറ്റ് ചെയ്യുന്നത്? ശരിക്കും ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഇടയിലുള്ള ഒരു കളിക്കാരനാണ്, സ്പോർട്സുകാരനാണ്, ഓഡ് മാൻ അറൗണ്ട്. ആൻഡ് അതേപോലെ ഞാൻ കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്. അതിനിടയിലുള്ള ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സോ ഐ നോ ദ ഫീലിങ്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഇടയിൽ കൂടുതൽ ആൾക്കാർക്കും സ്പോർട്സ് അറിയില്ല, അവിടെ ഐ ആം ദ കിങ്. സ്പോർട്സിന്റെ ഇടയിൽ കൂടുതൽ ആൾക്കാരും ഈ പ്രൊഫഷണൽ മേഖലയിൽ കുറച്ച് ആൾക്കാരല്ലോ. സോ അഗൈൻ ഐ ആം ദ കിങ് ദർ. സോ ഇറ്റ്സ് എ ഡെഡ്ലി കോമ്പറ്റീഷൻ, ബോത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്. ഐ ലവ് ഇറ്റ്, ബോത്ത് ദ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്. And this is my message to the youth. You combine with these two things, both education and the sports. So it will be a mixing, a good combination for your career and the future. Yes. Thank you Sali. And now Varghese sir, അങ്ങനെ ഞാൻ നിരീക്ഷിച്ചതിൽ നിന്നും എറണാകുളത്തെ പാലാരിവട്ടത്തെ പൈപ്പ് ലൈൻ റോഡിലാണ് വീട്. So kindly tell us, ഞങ്ങളുടെ കണ്ണൂരുകാരോട് പറയും, what is in the pipeline for Kannur Warriors in the coming days and coming season? ഫുട്ബോൾ ഉറങ്ങുന്ന നാടാണ് കണ്ണൂർ. അതിൻ്റെ ചരിത്രം, ആളുകളെ കോരിത്തരിപ്പിക്കുന്ന ചരിത്രം ആണ് ഫുട്ബോളിൻ്റെ ചരിത്രം. അത് ഞങ്ങളുടെ സ്വപ്നമെന്ന പൈപ്പ് ലൈനിലൂടെ ഞങ്ങൾ ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. അതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന വാരിയേഴ്സാണ് ഇവരൊക്കെ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വാരിയേഴ്സാണ്. ഞങ്ങളിവിടെ ഇതിഹാസം രചിക്കും. 2ാം സീസണിൽ തന്നെ നമ്മൾ ഇവിടെ ഇതിഹാസം രചിച്ചിരിക്കും.